ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. നമ്മൾ മാർക്കറ്റ് കഴിഞ്ഞ 3 ദിവസമായിട്ട് പോസിറ്റീവായിട്ട് നിലകൊള്ളുന്നുണ്ട്. കഴിഞ്ഞ തിങ്കളാഴ്ച ഉണ്ടാക്കിയ ഒരു ഗ്യാപ്പ് അപ്പ് 2 ദിവസങ്ങളായിട്ട് അത് സസ്റ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ഗ്ലോബലി നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് അങ്ങനെയല്ല. നാസ്ഡാക്ക് മിനിഞ്ഞാന്നും ഹെവി സെൽ ഓഫ് ഉണ്ടായിരുന്നു. ഇന്നലെയും നാസ്ഡാക്ക് ഇടിവ് രേഖപ്പെടുത്തി, US മാർക്കറ്റ് ഇടിവ് രേഖപ്പെടുത്തി. എന്നാൽ ഇന്ത്യ ചൈനയായിട്ട് പുതിയ സൗഹൃദം സ്ഥാപിക്കുന്നുണ്ട്. കാര്യങ്ങളെല്ലാം തന്നെ രമ്യതയിലാക്കാനായിട്ട് പല രാജ്യങ്ങളായിട്ടും താരിഫ് ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിൽ ഇളവുകൾ പല രാജ്യങ്ങളും മ്യൂച്വലി കൊടുക്കുന്നുണ്ട്. അപ്പോൾ US ഏർപ്പെടുത്തിയിട്ടുള്ള താരിഫ് മറ്റെല്ലാ രാജ്യങ്ങളും ലഘൂകരിക്കാനായിട്ടുള്ള നടപടിക്രമങ്ങളിൽ ഏർപ്പെടുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ നമ്മളും ചൈനയും തമ്മിൽ അതിർത്തി തർക്ക പരിഹാരങ്ങളും കൂടാതെ തന്നെ ഇന്ത്യയിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റുകളും താരിഫുകളെല്ലാം തന്നെ ദ്രുതഗതിയിൽ ചർച്ചകൾ നടത്തപ്പെടുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമെന്നോണമായിരിക്കണം മാർക്കറ്റ് അത് പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യുന്നത്. ഈവൻ ഇന്നലെ നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം US മാർക്കറ്റിലും സെൽ ഓഫ് കണ്ടു. FISും ഇന്ത്യൻ മാർക്കറ്റ് സെല്ലേഴ്സായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ സ്റ്റിൽ നെഗറ്റീവായിട്ട് തന്നെ നിലകൊള്ളുന്നുണ്ട്. ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് കണ്ടുവരാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും താഴെ കാണാം നാസ്ഡാക്ക് 142 പോയിൻറ്റിൻ്റെ ഒരു ഫോള്, ഡോ ഫ്ലാറ്റ്, FTSE CAC 40 ഡാക്സ്. ഇതിൽ ഡാക്സ് കാണാം 146 പോയിൻറ്റ് ഇടിവ്. ജർമ്മൻ മാർക്കറ്റാണത്. ഇനിയിപ്പോൾ മുകളിലേക്ക് വരാണെങ്കിൽ ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഡോ ഫ്യൂച്ചർ 64 പോയിൻറ്റിൻ്റെ ഇടിവിലാണ്. നിക്കി ജപ്പാൻ മാർക്കറ്റ് എക്സ്പോർട്ട് ഫോൾ ആയതുകൊണ്ട് ഇന്നലെ ഏകദേശം ഒരു 600 പോയിൻറ്റിൻ്റെ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നും 266 പോയിൻറ്റിൻ്റെ ഇടിവിൽ ആണ് തുടരുന്നത്. എന്നാൽ മറ്റുള്ള ഏഷ്യൻ മാർക്കറ്റുകളിൽ അത്തരം പ്രശ്നങ്ങളില്ല. ചൈനയും കൊറിയയിലും തന്നെ. ടോപ്പിലേക്ക് പോകുകയാണെങ്കിൽ ബിറ്റ്കോയിൻ $1000 ഉയർന്നു. ഏറ്റവും ടോപ്പിൽ നിന്ന് മൂന്നാമത് പോകുകയാണെങ്കിൽ ഗോൾഡ് $6 പെർ ഔൺസിന് ഇടിഞ്ഞ് സ്പോട്ട് നിൽക്കുന്നത് $3343 പെർ ഔൺസ് എന്ന നിലയിലാണ്. ഇനി നേരെ നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് പരിശോധിക്കുകയാണെങ്കിൽ നാളെ നിഫ്റ്റിയുടെ എക്സ്പയറി, ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി വ്യാഴാഴ്ച 25,050 സ്പോട്ടുള്ളത്. 25,000 മേജർ സപ്പോർട്ട് സോണായിട്ടുള്ളതായിട്ട് നിലനിൽക്കുന്നുണ്ട്. മേജർ സപ്പോർട്ടായിട്ട് തന്നെ ആക്റ്റീവ്. ഇനിയിപ്പോൾ അത് പൊട്ടാണെങ്കിൽ 24,800 ആയിരിക്കും അടുത്ത സപ്പോർട്ട്. PCR ഐറ്റം ടോപ്പിൽ കാണാം 1.3 ആണ്. കോൾ സൈഡിൽ അങ്ങനെ റൈറ്റിംഗ് ഇല്ല. 25,500 ഏകദേശം ഒരു കോൾ റൈറ്റ് ഉള്ളത്. അതിന് മുകളിൽ ഇൻ ബിറ്റ്വീനുള്ള സ്പോട്ടുകളിൽ സ്ട്രൈക്കുകളിൽ വലിയ കോൾ റൈറ്റിംഗ് കാണുന്നില്ല ആസ് ഓഫ് നോ. ഇനി കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. അതിനു മുമ്പ് ഫ്രീ ആയിട്ട് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഏറ്റവും കുറഞ്ഞ ചിലവിൽ നമുക്ക് ട്രേഡിങ്ങും മ്യൂച്വൽ ഫണ്ടും എല്ലാം തന്നെ ചെയ്യാനായിട്ട് ഇന്ത്യയിലെ ലീഡിംഗ് ഡിസ്കൗണ്ട് ബ്രോക്കറായിട്ടുള്ള അപ്സ്റ്റോക്ക്, ടാറ്റ ഗ്രൂപ്പ് ബാക്കപ്പ് ചെയ്യുന്ന അപ്സ്റ്റോക്കിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. HAL കമ്പനി അവരുടെ അഗ്നി 5 സക്സസ്ഫുള്ളി അതിൻ്റെ ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ള ന്യൂസ്. ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. സൂപ്പർ ടെക് കമ്പനി പുതിയ മാനുഫാക്ചറിങ് ഫെസിലിറ്റി വിജയനഗറിൽ അവർ ഓപ്പൺ ചെയ്തു. റെയിൽടെൽ കമ്പനിക്ക് ഒഡീഷയുടെ ഭാഗത്തു നിന്ന് 154 കോടി രൂപയുടെ ഓർഡർ കിട്ടി. ഗോദ്രേജ് പ്രോപ്പർട്ടീസ് റിയാലിറ്റി കമ്പനിയാണ്. ഗോദ്രേജ് സ്കൈലൈനിലെ 7% സ്റ്റേക്ക് അക്യൂർ ചെയ്തു. ഇന്ത്യ സിമെൻറ്റ് ഓഫീസിലൂടെ സ്റ്റേക്ക് സെല്ല് ചെയ്യുന്നുണ്ട്. 368 ഫ്ലോർ പ്രൈസ് ഉള്ളത്. LTP ഇപ്പോൾ നിൽക്കുന്നത് 371. എക്സൈൽ ഇൻഡസ്ട്രീസ് ബാറ്ററി നിർമ്മാതാക്കളാണ്. അവരുടെ EV ബാറ്ററി എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 100 CRൻ്റെ ക്യാപിറ്റൽ എക്സ്പാൻഷൻ പ്രൊജക്റ്റുകൾ കമ്പനി ആരംഭിച്ചു. മൈൻഡ് ഫേസ് RET കമ്പനി 500 കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ട്. മൈൻഡ് സ്പേസ് ഒരു റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് കമ്പനിയാണ്. ഇതല്ലാതെയുള്ള 3 കമ്പനീസ് നമുക്ക് RET കമ്പനീസ് ഉണ്ട്. ജുപ്പിറ്റർ വാഗൺ കമ്പനി അവർ വന്ദേ ഭാരതിന് വേണ്ടിയിട്ട് 215 കോടി രൂപയുടെ വീൽസ് സപ്ലൈ ചെയ്യാനായിട്ട് പുതിയ ഓർഡർ കിട്ടി. ശ്രീ സിമെൻറ്റ് കമ്പനി ഇൻകം ടാക്സ് ഡിമാൻഡ് നോട്ടീസ് 221 കോടി രൂപയിൽ നിന്ന് 588 കോടി രൂപയിൽ നിന്ന് 221 കോടി രൂപയിലേക്ക് ഡിമാൻഡ് ടാക്സ് കുറഞ്ഞു. IPOയിലേക്ക് വരുമ്പോൾ വിഹോർ സ്റ്റീൽ ട്യൂബ് IPO ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് അടുത്തിടെ ഉണ്ടായ ഒരു IPO ആയിരുന്നു. അതുപോലെ തന്നെ വറാൻസ വേവ്സ് ഇതിൻ്റെ എല്ലാം തന്നെ ലോക്കിംഗ് പീരീഡ് ഇന്ന് തീരും. ലോക്കിംഗ് പീരീഡ് തീരും മീൻസ് പ്രൊമോട്ടേഴ്സിന് സ്റ്റേക്കുകൾ സെല്ല് ചെയ്യാനായിട്ട് എലിജിബിൾ ആവും. അത് അതിനർത്ഥം സ്റ്റോക്ക് ഇടിയണമെന്ന് നിർബന്ധമില്ല. മേ ബി അവർ സെല്ല് ചെയ്തില്ലെങ്കിൽ സ്റ്റോക്ക് ഇടിയില്ല. പക്ഷേ അത് അവർക്ക് സെല്ല് ചെയ്യാനായിട്ട് എലിജിബിൾ ആകും എന്നുള്ളതാണ് ലോക്കിംഗ് പീരീഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് വൈകിട്ട് 7 മണിക്ക് പോസ്റ്റ് മാർക്കറ്റിലേക്ക് എത്താം. എല്ലാവർക്കും ശുഭദിനം വീണ്ടും നേരുന്നു. താങ്ക് യു ഓൾ.